ഹലോ ഫ്രണ്ട്സ്, നമ്മളന്ന് ചെയ്യുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. പോകുന്നതാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിലേക്കാണ് പോകുന്ന റൂട്ടാവട്ടെ ഈസ്റ്റ് വെസ്റ്റ് മാരിടൈം സീ റൂട്ട് വഴിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളതാവട്ടെ ജപ്പാന്റെ ക്യാപിറ്റലായ ടോക്കിയോയിലെ യൊക്കോഹാമ പോർട്ടിൽ നിന്നാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയാവട്ടെ ഈസ്റ്റ് വെസ്റ്റ് മാരിടൈം സീ റൂട്ട് വഴി തന്നെയാണ്. അതായത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ തൊട്ടടുത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഷാങ്ഹായ് എത്തിയിരിക്കുന്നു. ഷാങ്ഹായ് വഴി ചുറ്റിയാണ് നമ്മൾ വന്നത്. കാരണം വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ധാരാളം ക്രെയിനുമായി വന്ന ഷിപ്പുകളെല്ലാം ഷാങ്ഹായിലെ ചാൻസിംഗ് പോർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഷാങ്ഹായിയെ നമുക്കൊരിക്കലും ആർക്കും മറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ സൗത്ത് ചൈന സീയിലാണുള്ളത്. നമ്മുടെ മുന്നിൽ വിയറ്റ്നാം, കംബോഡിയ എന്നിവ വളരെ വ്യക്തമായിട്ട് മാപ്പിലൂടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാവട്ടെ മലേഷ്യ സിംഗപ്പൂരിൽ എത്തിയിരിക്കുന്നു. റൂട്ട് മാപ്പ്, ഞാൻ വന്ന റൂട്ട് മാപ്പ് ഒന്നുകൂടി കാണിക്കാം. ജപ്പാൻ, ഷാങ്ഹായ്, വിയറ്റ്നാം, സിംഗപ്പൂർ. ഇപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മലാക്ക കടലെടുക്കാണ്. വളരെ സുപരിചിതമാണ് എല്ലാവർക്കും. കാരണം വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന ഷിപ്പുകളെല്ലാം ഇതുവഴി തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി തൊട്ടടുത്തായി നമ്മൾ ഈ കാണുന്നത് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കൊളംബോ പോർട്ടിന്റെ അടുത്തുകൂടി തന്നെയാണ് ഷിപ്പെല്ലാം കടന്നു പോകുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ പുറത്തുകൂടി കടന്നുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നതാവട്ടെ അറേബ്യൻ സീയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ വാർത്തകൾ നിറഞ്ഞു നിന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പോകുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ഗൾഫ് ഓഫ് ഏദൻ. ആ സമയത്ത് നമ്മുടെ മുന്നിൽ കാണുന്ന ജിബൂട്ടിയും വാർത്തകളിൽ ഇടം പിടിച്ചു. ഇനി നമുക്ക് വന്ന മാപ്പ് ഒന്നുകൂടി നോക്കാം. സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലിടുക്ക്, ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന്റെ അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ജിബൂട്ടിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. വന്ന മാപ്പുകൾ ഒന്നുകൂടി ഞാൻ കാണിക്കുന്നത് ഒന്ന് ഓർമ്മയിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ യാത്ര വളരെ പ്രധാനപ്പെട്ട യാത്രയാണ്. കാരണം ഏറ്റവും അധികം ഷിപ്പുകൾ പേടിച്ചിരുന്ന ദിവസങ്ങളാണ്. കുറച്ചു ദിവസം മുന്നേ വരെ തന്നെ വളരെയധികം പേടിച്ചിരുന്നു. ഹൂതികളുടെ അറ്റാക്കിൽ ധാരാളം ഷിപ്പുകളാണ് തകർന്നുപോയത്. സൂയിസ് കനാൽ വഴിയുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിൽ നമ്മളിപ്പോൾ റെഡ് സീയിൽ എത്തിയിരിക്കുന്നു. റെഡ് സീയിലെ ആക്രമണമാണ് ഏറ്റവും വലുത്. ആ ആക്രമണത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ നശിക്കുന്നത് മാത്രമല്ല, ഈ പറയുന്ന ഇന്ത്യയുടെ ലോകത്തിന്റെ സാമ്പത്തിക നില തന്നെ ഭദ്രമാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്രമണമുണ്ടായി. ഇപ്പോൾ നമ്മൾ പോകുന്നത് സൂയിസ് കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂയിസ് കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കാം. ഇതാണ് സൂയിസ് കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വന്ന മാപ്പ് ഒന്നുകൂടി വ്യക്തമായിട്ട് ഓർമ്മയിരിക്കാൻ വേണ്ടി ജിബൂട്ടി മുതൽ സൂയിസ് കനാൽ വരെയുള്ള ചെങ്കടലുള്ള യാത്രയുടെ മാപ്പാണ് നിങ്ങൾ കണ്ടത്. നമുക്കിനി സൂയിസ് കനാലിലേക്ക് യാത്ര തിരിക്കാം. 1859 സ്റ്റാർട്ട് ചെയ്ത സൂയിസ് കനാൽ 10 വർഷം നീണ്ടുനിന്ന മണ്ണുമാറ്റത്തിലൂടെയാണ് 193 കിലോമീറ്റർ നീളവും 20 മീറ്റർ വീതിയും 8 മീറ്റർ ആഴവുമുള്ള സൂയിസ് കനാൽ ആദ്യമായി നിർമ്മിച്ചത്. ആ സമയത്ത് ഷിപ്പുകളെല്ലാം സൂയിസ് കനാലിൽ വീതിക്കുറവ് കാരണവും ആഴക്കുറവ് കാരണവും പല ഷിപ്പുകളും സൂയിസ് കനാലിൽ കുടുങ്ങി. അതിനുശേഷം 205 മീറ്റർ വീതിയും ഏതാണ്ട് 24 മീറ്റർ ആഴവുമാണ് സൂയിസ് കനാലിൽ കൂട്ടിയിട്ടുള്ളത്. ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാരിടൈം ഗേറ്റ് വേ ആണ് സൂയിസ് കനാൽ. അതുമാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷോർട്ട് വേ കൂടിയാണ് സൂയിസ് കനാൽ. നമുക്ക് വന്ന റൂട്ട് ഒന്നുകൂടി നോക്കാം. ചെങ്കടൽ പാസ് ചെയ്ത് സൂയിസ് കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പാസ് ചെയ്ത് ഇപ്പോൾ നമ്മളുള്ളത് ഗ്രേറ്റ് ബിറ്റർ ലേക്ക് എന്ന് പറയുന്ന ആ ഒരു ലേക്കിലാണുള്ളത്. സൂയിസ് കനാലിലേക്ക് പാസ് ചെയ്യുന്ന ഷിപ്പുകളെല്ലാം ആങ്കറിൽ വരുന്ന ഈ ഒരു പൊസിഷൻ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ കാണുന്ന സൂയിസ് കനാലിന്റെ സൗത്ത് ഗേറ്റിനെ ഗൾഫ് ഓഫ് സൂയിസ് എന്നാണ് പറയുന്നത്. ഗൾഫ് ഓഫ് സൂയിസ് പാസ് ചെയ്താണ് നമ്മൾ വന്നത്. നോർത്ത് എൻട്രൻസിനെ പോർട്ട് സെറ്റ് എന്ന് പറയുന്നു. പോർട്ട് സെറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്ത് എന്ന രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗമാണ് സൂയിസ് കനാൽ. പ്രതിവർഷം 18,000 ഷിപ്പുകളാണ് സൂയിസ് കനാൽ വഴി പാസ് ചെയ്യുന്നത്. വലിയ ചാർജ് ഈടാക്കിയാണ് സൂയിസ് കനാൽ വഴി ഷിപ്പിനെ പാസ് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 10,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കണ്ടെയ്നർ ഷിപ്പിന് 1.5 കോടിയോളം ചാർജ് ഈടാക്കിയാണ് സൂയിസ് കനാൽ വഴി ഷിപ്പുകൾക്ക് പാസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ നോർത്ത് ഗേറ്റായ പോർട്ട് സെറ്റ് കടന്നിരിക്കുന്നു. നമുക്ക് വന്ന റൂട്ട് ഒന്നുകൂടി നോക്കാം. നമ്മൾ വന്ന റൂട്ട് ഇതാണ്, സൂയിസ് കനാൽ റൂട്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളതാവട്ടെ മെഡിറ്ററേനിയൻ കടലിൽ തന്നെയാണ്. അതായത് മെഡിറ്ററേനിയൻ കടലിനെയും
ചെങ്കടലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷോർട്ട് കട്ട് തന്നെയാണ് സൂയിസ് കനാൽ. അത് മാത്രമല്ല, ഏഷ്യയും യൂറോപ്യൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാരിടൈം ഗേറ്റ് വേ ആണത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന മെഡിറ്ററേനിയൻ കടലിൽ നിന്നും സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്ക് വളരെ വേഗം ആക്സസ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് മാരിടൈം റൂട്ട് എന്ന് തന്നെ പറയുന്നത്. പക്ഷെ നമ്മൾ പോകുന്നതാവട്ടെ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പോർട്ടിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം തന്നെ ആ പോർട്ടിലെത്തും. ആ പോർട്ടിലെത്തിയതിനു ശേഷം നമുക്ക് ആ പോർട്ടിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം. ഇപ്പോൾ പോർട്ടിലെത്തിയിരിക്കുന്നു. വന്ന റൂട്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം. സൂയിസ് കനാൽ പാസ് ചെയ്തതിനു ശേഷം മെഡിറ്ററേനിയൻ കടലിലെത്തി നമ്മൾ ഈ കണ്ട യൂറോപ്യൻ കൺട്രീസ് പാസ് ചെയ്തിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായ പോർച്ചുഗൽ പോർട്ടിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കാണുന്ന പോർച്ചുഗലിലെ പോർട്ട് ഓഫ് സയൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട്. 28 മീറ്ററാണ് മാക്സിമം ഡെപ്ത്, അല്ലെങ്കിൽ 28 മീറ്ററാണ് മാക്സിമം ഈ പോർട്ടിന്റെ ആഴം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന വ്യൂ ആവട്ടെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ വഴിയുള്ള വ്യൂ ആണ്. ധാരാളം കണ്ടെയ്നർ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന കണ്ടെയ്നറെല്ലാം കറക്റ്റ് അല്ല. കാരണം ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിന് ഷിപ്പിന്റെ ഡീറ്റെയിൽ മാത്രമാണ് കിട്ടുക. ഈ പറയുന്ന കണ്ടെയ്നറിന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നത് ഗൂഗിൾ മാപ്പ് ആയത് കാരണം ഇതിപ്പോൾ കറക്റ്റ് അല്ല. പക്ഷേ ഇവിടെയുള്ള ഷിപ്പിന്റെ ഡീറ്റെയിൽ കറക്റ്റ് തന്നെയാണ്. എങ്കിൽ നമുക്ക് ഇവിടെ മൂറിങ്ങിലുള്ള ഒരു ഷിപ്പുണ്ട്. നമുക്ക് ഈ ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പ് MSCയുടെ ഷിപ്പാണ്. MSCയുടെ റപ്പാലോ എന്ന് പറയുന്ന ഷിപ്പാണ്. ഫ്ലാഗ് ലൈബീരിയാണ്. നമുക്ക് ഷിപ്പിന്റെ നീളം 365.8, ബെർത്ത് 48.4, മാക്സിമം ഡെപ്ത് 29.9, മാക്സിമം ഡ്രാഫ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് ആണ് നോക്കുന്നത്. 16 മീറ്റർ ഡ്രാഫ്റ്റ് ആണ് ഷിപ്പിനുള്ളത്. കണ്ടെയ്നർ കപ്പാസിറ്റി ആവട്ടെ 13,050. ഇനി റീഫർ കണ്ടെയ്നർ ആവട്ടെ 1000 TEU ആണ് ഈ പറയുന്ന ഈ MSCയുടെ ഡീറ്റെയിൽ. നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 28 മീറ്റർ ഡെപ്താണ് നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫ് സയൻസിനുള്ളത്. പക്ഷെ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ആവട്ടെ നാച്ചുറലായിട്ട് 18 മുതൽ 20 മീറ്റർ വരെയാണ് ഡെപ്ത്. പല സ്ഥലങ്ങളിലെയും ഡെപ്ത് 22 മീറ്റർ വരെയുണ്ട്. പക്ഷേ ഈ പോർട്ട് ഇരിക്കുന്നതും നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ഇരിക്കുന്നതിലെ പൊസിഷനാണ് പ്രശ്നം. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ആവട്ടെ ഈസ്റ്റ് വെസ്റ്റ് മാരിടൈം സീ റൂട്ടിന്റെ 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമുള്ളത്. അതാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ 26-28 മീറ്റർ ഡെപ്ത് വേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിനും 16.5 അല്ലെങ്കിൽ 17 മീറ്റർ മാത്രമാണ് ഡ്രാഫ്റ്റ് ഉള്ളത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനാവട്ടെ 18 മുതൽ 20 മീറ്റർ വരെ ഡെപ്തുള്ള പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ സീ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ഉള്ളത്. അതാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുതന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കുന്നത് ജപ്പാനിലെ ക്യാപിറ്റലായ ടോക്കിയോയിലെ യൊക്കോഹാമ പോർട്ടിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായ പോർച്ചുഗലിലെ പോർട്ട് ഓഫ് സയൻസിലേക്ക് പോകുന്നത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് മാരിടൈം സീ റൂട്ട് വഴി, അതായത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ മുന്നിലൂടെ സൂയിസ് കനാൽ വഴി ഷിപ്പുകൾക്ക് പാസ് ചെയ്ത് പോകാൻ എത്ര കിലോമീറ്ററാണ് നമ്മുടെ പോർച്ചുഗലിലെ പോർട്ടിലെത്താൻ ഷിപ്പിന്റെ എത്ര കിലോമീറ്റർ ആവും? ഇത്രയും വലിയ ക്യാഷ് മുടക്കി സൂയിസ് കനാൽ പാസ് ചെയ്യുന്നതിന്റെ ആവശ്യകത നമുക്ക് ഈ കിലോമീറ്റർ നോക്കി തന്നെ മനസ്സിലാവും. യൂറോപ്യൻ കൺട്രീസിലേക്ക് ഷിപ്പുകൾ സൂയിസ് കനാൽ വഴി പാസ് ചെയ്യുന്നതിന്റെ കാരണം ഇപ്പോൾ നമുക്ക് വ്യക്തമാവും. ഇപ്പോൾ പോയത് 19,061 കിലോമീറ്റർ ആണ് പോയത്. ഇനി നമുക്ക് ജപ്പാനിലെ ആ പോർട്ടിൽ നിന്നും യൂറോപ്യൻ കൺട്രീസായ പോർച്ചുഗലിലേക്ക് ആഫ്രിക്ക വഴി ചുറ്റിപ്പോയി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ് അഡീഷണൽ ആയിട്ട് ഓടേണ്ടി വരിക എന്ന് നമുക്ക് ഈ പറയുന്ന കിലോമീറ്റർ നോക്കി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മഡഗാസ്കർ ഇപ്പോൾ ആഫ്രിക്ക വഴി ചുറ്റിയാണ് ഷിപ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിപ്പ് ഇപ്പോൾ തന്നെ 17,000 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. മാസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന യാത്ര തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ 22,000 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ പോർച്ചുഗലിലെ
പോർട്ട് ഓഫ് സയൻസിൽ എത്തിയിരിക്കുന്നു. ഏതാണ്ട് 26,849 കിലോമീറ്റർ, അതായത് ഒരു 7,000 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് ഷിപ്പ് സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കാൾ വളരെ ചെറുതാണ് സൂയിസ് കനാൽ വഴി വളരെ വേഗം യൂറോപ്യൻ കൺട്രീസിൽ എത്താൻ സാധിക്കുക. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ട ഈജിപ്റ്റ് വളരെ വേഗത്തിലാണ് സൂയിസ് കനാലിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈജിപ്തിന്റെ ഫിനാൻഷ്യൽ ഗേറ്റ് വേ എന്ന് തന്നെ പറയേണ്ടി വരും സൂയിസ് കനാൽ. ഒരു രാജ്യം പുരോഗമിക്കുന്നതിന്റെ വളരെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈജിപ്തിലൂടെയുള്ള സൂയിസ് കനാൽ പാതയിലൂടെയുള്ള അവരുടെ വരുമാനമാർഗം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.